ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ നാളായി നമ്മുടെ ഗാർഡന് ഒക്കെ ഒന്ന് കാണിച്ചിട്ട് അല്ലേ. അപ്പം പച്ചക്കറി കൃഷിയും ഗാർഡനും എല്ലാം ഒപ്പം ഉണ്ടെങ്കിലേ ഒരു രസമുള്ള. അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സിനെ കുറിച്ചാണ്. ഹാങ്ങിങ് പ്ലാന്റ്സ് ഒരു വല്ലാത്ത രീതിയിലൊക്കെ ഇരിക്കുകയാണ്. കുറേ കാലമായാലും നമ്മൾ നട്ടിട്ടൊക്കെ, പിന്നെ അങ്ങനെ അതിൻ്റെ ചട്ടികളും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ അതിനെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് പുതിയ ചട്ടിയിലോട്ടൊക്കെ ആക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമുക്ക് കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ തരം വെറൈറ്റി വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സിനെ കുറിച്ച് നമുക്ക് കാണാം. അപ്പം ഹാങ്ങിങ് പ്ലാന്റ്സിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഗാർഡനും കാര്യങ്ങളും. അതേപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സും ഇപ്പം പല ചട്ടികളിൽ ഇങ്ങനെ ഇരുന്നതുകൊണ്ട് ഒരു അഭംഗിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. ഇപ്പം കുറേ കാലവും കൂടായി ചെടികളെല്ലാം ഈ വേനൽക്കാലം ആയതുകൊണ്ട് എല്ലാം ഒരുമാതിരി നിൽക്കുകയാണ്. അപ്പം അതിനെല്ലാം ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്കിനി പുതിയ ചെടികൾ എന്ന് വെച്ചാൽ ഈ ചെടികളെ തന്നെ നമുക്ക് ഒന്ന് പുതുക്കിയെടുക്കണം. അല്ലാതെ ഇനി പുതിയ ചെടികളൊന്നും ഞാൻ വാങ്ങുന്നില്ല, പഴയതിനെ നമുക്ക് ഉഷാറാക്കി എടുക്കണം. അപ്പോൾ ഇനി എല്ലാം നമുക്കിനി ഇതെല്ലാം ഊരിയെടുക്കണം കേട്ടോ. ഇതെല്ലാം മാറ്റിയിട്ട് വേണം ഇനി നമുക്ക് ഇത് നല്ലത് നോക്കി നമുക്ക് ഒടിച്ച് ഓരോ പോട്ടിനകത്തോട്ട് ആക്കണം. ഇനി ഇതെല്ലാം നമുക്ക് ഊരിയെടുക്കാം. അപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ കിടന്നതും അതേപോലെ തന്നെ നമ്മുടെ മുറ്റത്തെ കമ്പിയിലുണ്ടായിരുന്നതും എല്ലാം ഇപ്പം നമ്മൾ ചെടിച്ചട്ടിയിൽ ഊരിയെടുത്തിരിക്കുകയാണ്. താഴോട്ടും ഇപ്പം നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. താഴെയുള്ളത് നമുക്ക് വേറൊരു ദിവസം എല്ലാം ഒന്ന് ഒരുക്കി വയ്ക്കാം. ഇപ്പം എന്തായാലും ഹാങ്ങിങ് ചെടികൾ മാത്രമേ കാണിക്കുന്നുള്ളേ. ഇപ്പം നമ്മുടെ ഏകദേശം ഹാങ്ങിങ് പോട്ടുകളെല്ലാം നമ്മൾ താഴെ ഇറക്കിയിരിക്കുകയാണ്. ഇനി ഇതെല്ലാം തട്ടിയിട്ട് ഇതിലെ നല്ല ചെടികളെല്ലാം നമുക്ക് കളക്ട് ചെയ്തിട്ട് അടുത്ത പോട്ടിനകത്തോട്ട് ആക്കണം. ഇതെല്ലാം ഇനി വൈറ്റ് പോട്ടാക്കാനുള്ള തീരുമാനമാണ്. ഇനി ആദ്യം നമുക്ക് മണ്ണൊരുക്കുന്ന രീതിയാണ്. ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും നമ്മൾ ആദ്യമേ മണ്ണൊരുക്കണം. അപ്പം ചെടി നടുന്നതിന് മുമ്പായിട്ടും അതുപോലെ പച്ചക്കറി നടുന്നതിന് മുമ്പായിട്ടും ഒക്കെ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണ് നമ്മൾ ട്രീറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പം പഴയ ഗ്രോ ബാഗിനകത്തൊക്കെ ഇരുന്ന മണ്ണ് തട്ടിയിട്ടിട്ട് അതിന് നമ്മളിനി ഒന്നും കൂടെ ഡോളോമൈറ്റൊക്കെ ഇട്ടിട്ടേ, ഡോളോമൈറ്റ്, ചാണകപ്പൊടി, സൂപ്പർ മീൽ, അതല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി. ഇപ്പം സൂപ്പർ മീലിനകത്ത് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടി എല്ലാം അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സൂപ്പർ മീലാണ് ഇടുന്നത്. അപ്പം എല്ലാം കൂടെ നമുക്ക് എല്ലാ ഗ്രോ ബാഗിനകത്തും ഇരിക്കുന്ന മണ്ണ് തട്ടിയിട്ടിട്ട് നമുക്ക് വളം കൂടെ അതിനകത്ത് ആഡ് ചെയ്യാം. ഒരു 10-15 ഗ്രോ ബാഗിനകത്തുള്ള മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ദാണ്ട് ഈ പെയിൻറ്റിൻ്റെ കപ്പിനകത്ത് 1 കപ്പ് സൂപ്പർ മീൽ എടുക്കുകയാണ്. സൂപ്പർ മീൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെതറി അങ്ങ് ഇട്ട് കൊടുക്കുക. ചെതറി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളത് എല്ലാം നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കും കേട്ടോ. ഇനി 1 ബക്കറ്റ് ചാണകം എടുത്തിട്ടുണ്ട്, ചാണകപ്പൊടി. അത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ കോഴിക്കാഷ്ടോ ആട്ടിൻകാഷ്ടോ കമ്പോസ്റ്റോ എന്ത് വളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഒരു 2 പിടിയോളം ഡോളോമൈറ്റും കൂടെ അതിനകത്തോട്ട് വിതറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇത് മിക്സ് ചെയ്യലാണ്. നന്നായിട്ട് അരിഞ്ഞ് ഇങ്ങനെ വളവും ഡോളോമൈറ്റും സൂപ്പർ മീലും മണ്ണിൻ്റെ എല്ലാ ഭാഗത്തും ചെല്ലത്തക്ക രീതിയിൽ നമ്മളിതിനെ മിക്സ് ചെയ്യുന്നത്. ഇത് പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് ഈ മണ്ണിൻ്റെ മിക്സിങ്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കുറേ പേരൊക്കെ കാണുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെയും നമ്മളിങ്ങനെ കാണിക്കുന്നത്. എല്ലാവരും കൃഷിയൊക്കെ ചെയ്യട്ടെ എന്ന് കരുതി. പിന്നെയെന്ന് പറഞ്ഞാൽ കുമ്മായം ഇടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുമ്മായവും മണ്ണും കൂടെ ഇട്ട് ഇളക്കി കൂട്ടി ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം വളപ്രയോഗം ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പം ഡോളോമൈറ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒരുമിച്ചിട്ടങ്ങ് ഇളക്കിയിട്ട് ഒരു 10 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് ഇനി അതിനകത്തോട്ട് ചെടികളൊക്കെ നടുകയുള്ളൂ. അപ്പം ഇങ്ങനെ കൂട്ടി ഞാൻ ചാക്കിനകത്തോ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിനകത്തോ എവിടെയെങ്കിലും ഇങ്ങനെ കൂട്ടി അങ്ങ് ഇട്ടിരുന്നിട്ട് സ്വല്പം വെള്ളവും നനച്ചിട്ട് മൂടി ഇട്ടേക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പം വേണമെന്നുണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ടേ ഇപ്പം ഉടനെ തന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത മണ്ണിനകത്തോട് ഇടുമ്പോൾ ചൂടായിരിക്കും ഈ മണ്ണിന്, ഈ വളപ്രയോഗം എല്ലാം ചെയ്തിടുമ്പോഴേ. അപ്പോൾ അതവിടെ കിടന്ന് എല്ലാം മിക്സായിട്ട് നല്ല മണ്ണൊക്കെ നല്ലതുപോലെ നല്ല ക്ലിയറായിട്ട് കിടക്കും. അതിൻ്റെ അമ്ലത്വമൊക്കെ ലെവലായിട്ട് കിടക്കും.
അപ്പോഴും നടുമ്പോഴാണ് അതിൻ്റെ വേരിനൊക്കെ നല്ല വളർച്ച ത്വരകം ഉണ്ടാവുകയും നല്ല വളർച്ച ഉണ്ടാവുകയും വേരിനൊക്കെ നല്ല ശക്തിയായിട്ട് ഓടി വളർന്ന് നല്ല ഫലം കിട്ടാനായിട്ടും സാധിക്കും. ഒരു വശത്തോട്ട് നമ്മൾ മണ്ണ് ഇളക്കിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത രണ്ടാമത്തെ സൈഡിലോട്ടും ഇതേപോലെ മണ്ണ് തിരിച്ചിട്ട് ഇളക്കണം. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണ് തിരിച്ച് കൂട്ടിയൊക്കെ ഇട്ടു. ഇനി ഇച്ചിരി വെള്ളം തളിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മറിച്ചിടണം മണ്ണിനെ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്തിട്ട് നമ്മൾ മണ്ണിനെ കൂട്ടിയിട്ടിട്ട് പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് കൃഷിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും. ആ മണ്ണ് മറിക്കുന്നതിനൊക്കെ സ്റ്റൈലുണ്ടല്ലേ? മണ്ണ് മറിക്കുന്ന ആളെ ഒരു സ്റ്റൈലാണ്. അപ്പം വെള്ളം തളിച്ചതിന് ശേഷം ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണ് മറിച്ചിടുന്നത്. തിരിച്ചും പിരിച്ചും മണ്ണ് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട്, പ്ലാസ്റ്റിക്കോ തുണി ചാക്കോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലേ? ഇപ്പം ചണച്ചാക്കോ എന്തുണ്ടെങ്കിലും നമുക്ക് ഇട്ടൊന്ന് ഈ മണ്ണൊന്ന് മൂടിയിട്ട് കൊടുക്കണം. ഇടയ്ക്കൊക്കെ തുറന്നിടാം, കാറ്റും വെളിച്ചമൊക്കെ കിട്ടണം. പിന്നെ ഇടയ്ക്ക് അങ്ങ് മഴയൊക്കെ പെയ്ത് അതിൻ്റെ ഗുണമൊന്നും നഷ്ടപ്പെടാതെ നമുക്കൊന്ന് മൂടിയിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി മണ്ണ് കുറച്ച് ദിവസം കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ അല്ലേ? മണ്ണിനും റെസ്റ്റൊക്കെ വേണം. നമുക്ക് 10 ദിവസം കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇതിനകത്തോട്ട് കൃഷി ചെയ്യാൻ. എന്നാലും ഇടയ്ക്കൊന്ന് തുറന്നൊക്കെ ഇടുക ഇടയ്ക്കൊക്കെ. അപ്പം മണ്ണ് ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ട് മൂടി ഇട്ടിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് ഇനി കുറേശ്ശെ മണ്ണ് നമുക്ക് എടുക്കാം. ഒരുക്കി ഇട്ടിരുന്ന കുറേ മണ്ണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ പാത്രത്തിലെ മണ്ണ് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ നടാനായിട്ട്. പിന്നെ നമ്മൾ ഓരോ ചട്ടിക്കകത്ത് നടാനായിട്ടുള്ള ചെടികളെല്ലാം ഇങ്ങനെ അടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലേ? ഇനിയും കുറേ ഉണ്ട്. തീരുന്നതിനനുസരിച്ച് നമുക്ക് നട്ടുകൊണ്ടേ ഇരിക്കാം. എല്ലാം കൂടെ ഒരുമിച്ചെടുത്തുകൊണ്ട് വെച്ചിട്ട് വാടിപ്പോകാതെ നട്ടത് ഹാങ് ചെയ്തിട്ടിട്ട് ഇത് നമുക്ക് അടുത്തടുത്ത് നടാം. ഇതൊക്കെ നമ്മൾ ഒഴിച്ചെടുത്ത ചട്ടിക്കകത്ത് വീണ്ടും കൊമ്പുകളൊക്കെ നട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയെല്ലാം വെള്ളപ്പോട്ടിനകത്ത് ആക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ ഒരേപോലുള്ള പോട്ടാകുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഭംഗിയെന്നുള്ളത്. പിന്നെ ഇത് നേരത്തെ തന്നെ കൈ ഇരുന്ന പോട്ടാണ്. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ ഉപയോഗിക്കാതെ ഇരുന്നിട്ടുണ്ട്. ഇത് ഒരു ചെറിയ ടൈപ്പ് പോട്ട്, അതിപ്പം പുതിയത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമുക്ക് നടാം. അപ്പോൾ നടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പോട്ടിന് നല്ല ഹോൾസൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഇത് പുതിയതായതുകൊണ്ട് ഇഷ്ടം പോലെ ഹോൾസൊക്കെ ഇതിനകത്തുണ്ട്. ഇത് പുട്ടുകുത്തി വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെയൊക്കെ ഒന്ന് ഹോളാക്കി കൊടുത്തതാണിത്. അപ്പോൾ ഇതിനകത്തോട്ട് വെള്ളമൊക്കെ വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ടും കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് മെറ്റലോ ചരലോ എന്തെങ്കിലും ഇതിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹാങ് ചെയ്തിടുന്ന ചെടിക്കകത്ത് നിറയെ മണ്ണാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെടിച്ചട്ടിയൊക്കെ പൊട്ടിപ്പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ അതിനകത്ത് സ്വല്പം ചകിരിച്ചോറും കൂടെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇനി മണ്ണ് നമുക്ക് നിറയ്ക്കാം. അപ്പോൾ ഇനിയെല്ലാം നമുക്ക് വെള്ള പോട്ടിനകത്തോട്ടാക്കാം. ഇപ്പം ഈ വലിയ പോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇനി സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പോട്ട് എടുക്കുമ്പോൾ അതിനകത്ത് ഹോൾസൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം വെള്ളമൊക്കെ കെട്ടിക്കിടന്നാൽ നമ്മുടെ ചെടി അഴുകി പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ നമ്മൾ ഹാങ് ചെയ്തിടുന്ന ചെടിക്ക് കൂടുതൽ വെയിറ്റ് ആയാൽ അതിനെ താങ്ങാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതിനകത്ത് സ്വല്പം ചകിരിച്ചോറ്, കരിക്കട്ട, സ്വല്പം ചാണകപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ ഇടാന്നുണ്ടെങ്കിൽ വെയിറ്റ് നമുക്ക് കുറച്ച് കിട്ടാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ആദ്യം ഇടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് കുറച്ച് മെറ്റലാണ് വിടുന്നത്. മെറ്റലോ ചരലോ എന്ത് വേണമെങ്കിലും ഇടാം. പിന്നെ അതിൻ്റെ പുറത്തോട്ട് ദാണ്ട് കരിക്കട്ടയുണ്ട്. കുറച്ച് കരിക്കട്ട നമ്മൾ ചാരം സ്ലറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതാണ് ഈ കരിക്കട്ട. അപ്പം അതും കൂടെ ഇട്ടു. പിന്നെ കുറച്ച് മണ്ണാണ് കേട്ടോ. മണ്ണും ചാണകം എല്ലാം ഓരോരിക്കുക അവിടെ. കുറച്ച് മണ്ണ് അങ്ങോട്ട് ഇട്ടിട്ട്
പിന്നെ കുറച്ച് ചാണകപ്പൊടി. നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്തതാണ്. എന്നാലും നമ്മൾ ചെടി നടുമ്പോൾ ഒരു സ്വല്പം കൂടെ അവർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു കുറച്ചുകൂടെ ഒരു ഉത്സാഹമായിരിക്കും വളർന്നു വരാനായിട്ടേ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചെടിയാണ് എടുക്കുന്നത്. ഈ ചെടിയുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞോളുക. ക്യാബേജിൻ്റെ ഇല പോലാണ് ഇരിക്കുന്നത്. ഞാനിത് വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ചിരുന്നതായിരുന്നു കേട്ടോ, വെർട്ടിക്കൽ സ്റ്റാൻഡിനകത്ത്. അപ്പോൾ ഈ വാലാക്കോല കിടക്കുന്നതൊക്കെ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. താഴോട്ട് ഇങ്ങനെ കിടക്കുന്നത്, ഇനി അത് വളർന്ന് കയറി വന്നോളും. അപ്പം അതിനെ നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മയപ്പെടുത്തി വെച്ചേക്കണം കേട്ടോ, എങ്കിലേ നമ്മൾ വിചാരിക്കുന്ന മാതിരി അവർ ഇറങ്ങി വരുത്തോളൂ. അല്ലെങ്കിൽ ഈ ചൂടൊക്കെ ആയതുകൊണ്ടേ അവരിങ്ങനെ തറഞ്ഞങ്ങ് ഇരിക്കും. അപ്പം നമുക്കതിനെ ഇഞ്ഞെടുക്കാം. എന്നിട്ടും ബലം പ്രയോഗിക്കും അവർ. അപ്പം ഇതേപോലെ നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് അങ്ങ് ഇറക്കാം. ഒരെണ്ണം കൊണ്ട് മാത്രം ഒന്നും ആവത്തില്ല. അടുത്തതാണ്ട് ഒന്നും കൂടെ ഉണ്ട്. അപ്പം അതിനെയും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഈ കിടക്കുന്നതിനൊക്കെ മാറ്റിയിട്ട് രണ്ടെണ്ണമെങ്കിലും വെക്കണം ഒരു പോട്ടിനകത്ത്. അപ്പം നമ്മൾ ഈ ഒഴിയുന്ന ചട്ടിക്കകത്ത് നമുക്ക് വിത്തുകൾ പാകി വയ്ക്കാം. അതേപോലെ ചീരകൾ നടാം. മറ്റുള്ള ചെടികളൊക്കെ നമുക്ക് അധികം വരുന്ന ചെടികളൊക്കെ കുത്തി ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ ഇരുന്നോളും. ചട്ടികളും അവിടെ ഇവിടെയൊക്കെ കിടന്ന് വെയിൽ കൊണ്ട് നശിച്ചു പോകാതെ ഓരോ ചെടികളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നോളും. അപ്പം ഇതാണ് നമ്മുടെ ഒരു ചെടി കണ്ടോ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം മണ്ണും കൂടെ അതിൻ്റെ ചുറ്റിനും ഇട്ട് കൊടുത്ത് വേരൊക്കെ ഒന്ന് ഉറപ്പിച്ച് നിർത്താം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് മാറ്റിയൊക്കെ നടണം, പോട്ടുകൾ മാറ്റണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഗാർഡനിലോട്ട് വരുമ്പോൾ ഒരു ഭംഗിയുള്ളൂ. കുറേ നാളായി ഞാൻ ഗാർഡനിൽ ഇച്ചിരി പണിയൊക്കെ ചെയ്തിട്ടേ. അപ്പോൾ ഇതിനകത്തും നല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്തോട്ടൊക്കെ അങ്ങ് കുത്തി വയ്ക്കുക. അപ്പോൾ നിറഞ്ഞങ്ങ് ഇരുന്നോളും. അപ്പം ഇനി ഇതേപോലെ നമുക്ക് എല്ലാ ചട്ടിയും നിറച്ചെടുക്കണം. നല്ല ജോലിയാണ്, 8ൻ്റെ പണിയുണ്ട് കേട്ടോ. ചട്ടികളെല്ലാം കിടക്കുന്നുണ്ടോ, ചട്ടിയും ചെടികളും ഒക്കെ താഴോട്ട് നോക്കിയാൽ ഇഷ്ടം പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ചൂടിന് മുമ്പ് തന്നെ എല്ലാത്തിനെയും നടണം. അപ്പം നമുക്കിതൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ചെടിയെല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞു. എല്ലാം നട്ടെന്നല്ല, ഒരെണ്ണം നമ്മൾ നട്ട് കഴിഞ്ഞു. ഇതേപോലെ എല്ലാം നടണം. അപ്പം നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ആ ചെടിയെല്ലാം ഒന്ന് എല്ലാ വശത്തോട്ടും ഒന്ന് ആക്കി അവർക്ക് വളർന്നു പോകത്തക്ക രീതിയിൽ ആക്കി വയ്ക്കുക. എന്നിട്ടൊരു സ്വല്പം വെള്ളം ഒഴിച്ച് വയ്ക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോവും. ദിവസം ഒരു 2 നേരമെങ്കിലും ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ബാക്കി ദാണ്ടെ ഇരിക്കുന്ന എല്ലാ ചെടികളും ഞാൻ ഒന്ന് നടട്ടെ. അതുകൂടെ ഒന്ന് രണ്ടെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ഞാൻ നടാൻ പോകുന്നത് ചാർലിയാണ്, ക്രീപ്പിംഗ് ചാർലി. അപ്പം അതിങ്ങനെ ഒരു ചട്ടിക്കകത്ത് ഇങ്ങനെ നിന്നെയായിരുന്നു. അപ്പം അതിനെ താഴോട്ടൊക്കെ കിടക്കുന്നതിനെയൊക്കെ നമുക്ക് കട്ട് ചെയ്തങ്ങ് മാറ്റാം. അതിന് വളർന്ന് വന്നോളുമല്ലോ. പിന്നെ എല്ലാം അന്നേരം ഒരേപോലെ അങ്ങ് നിന്നോളും കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് കയറി ഇറങ്ങി അതൊരു വൃത്തികേടല്ലേ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചട്ടിക്കകത്ത് സ്ഥലം ഉണ്ടെങ്കിൽ കുത്തി കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ചട്ടിക്കകത്തോട്ടൊക്കെ നമുക്ക് ആക്കി കൊടുക്കാം. ഉണങ്ങിയ ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരിഞ്ഞ് വളർന്ന് വന്നോളും. അപ്പം ഞാൻ ഇതിനകത്ത് മണ്ണും എല്ലാം നിറച്ച് വെച്ചിരിക്കുകയാണ് ചട്ടിക്കകത്ത്. അപ്പം ഇതിനകത്തോട്ട് അങ്ങ് ഇറക്കുകയാണ്. ഒന്നുകൂടെയൊക്കെ ഒന്ന് മുടിയൊക്കെ ക്രാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു സ്വല്പം മണ്ണും കൂടെ
സ്വല്പം സ്വല്പം ചാണകപ്പൊടിയും മണ്ണും കൂടെ അതിൻ്റെ ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ചെടിയൊക്കെ നടുന്നതിനും പച്ചക്കറി നടുന്നതിനും മുമ്പായിട്ട് മണ്ണൊക്കെ ഒരുക്കി വെച്ചേക്കണം കേട്ടോ. അത് അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. അപ്പം മണ്ണ് ഒരുക്കിയിട്ട് നിങ്ങൾക്ക് ചാക്കിനകത്ത് വാരിക്കെട്ടി വെക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൂലയ്ക്ക് കൂട്ടി എന്തെങ്കിലും ഇട്ട് മൂടി വെക്കുകയോ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ നമുക്ക് ചെടിയൊക്കെ നടാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ 2 ചെടിയായിട്ടുണ്ട് കണ്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ എപ്പീഷ്യ ചെടിയാണ്. റോസ് പൂ പിടിക്കുന്ന എപ്പീഷ്യയാണിത്. അപ്പോൾ അതെല്ലാം നമ്മുടെ വെർട്ടിക്കൽ സ്റ്റാൻഡിൽ ഇരുന്നതായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വളർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെ നമുക്കങ്ങ് പറിച്ച് മാറ്റിയിട്ട് ഇനി ഇതിനകത്തോട്ട് ആക്കി വയ്ക്കാം. ഈ താന്ന് കിടന്നാണ്ട് ഹാങ് ചെയ്ത് കിടന്നതൊക്കെ അതിനകത്തോട്ട് നമുക്ക് വയ്ക്കാം. അതെല്ലാം ഞാൻ കിളിച്ച് വന്നോളും. മണ്ണിനകത്തോട്ടൊന്ന് ഉറപ്പിച്ച് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇനി എല്ലാം നട്ടിട്ട് നിങ്ങളെ കാണിക്കാം. എന്താ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കണ്ട, ഇതെല്ലാം ഒന്ന് നടട്ടെ ഞാൻ. അപ്പോൾ ഇത്രയും ചെടിച്ചട്ടിയിൽ നമ്മൾ ചെടികൾ നട്ട് കഴിഞ്ഞു. ഇനി ഇതിനെല്ലാം ഹാങ് ചെയ്തിടണം. എല്ലാം ഒരിടത്ത് വെച്ച് അതിനെല്ലാം ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത്, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വേര് പിടിച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്തിട്ടാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഹാങ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചാലും മതി. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇനി കിളിച്ച് പോന്നോളും. ഇനി കുറച്ച് ചട്ടിയും കൂടി ഇരിപ്പുണ്ട്, അതും കൂടെ ഇനി റെഡിയാക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നമുക്ക് ഇങ്ങനെ തൂക്കി ഇടാം. കേട്ടോ, ഒരേപോലത്തുള്ള ചട്ടിയാകുമ്പോൾ ഒരു രസമല്ലേ. അപ്പം നമ്മുടെ ഹാങ്ങിങ് പോട്ടൊക്കെ എല്ലാം ഇങ്ങനെ സ്റ്റാൻഡിൽ ഇട്ട് കഴിഞ്ഞു. നമ്മുടെ ഒരു കമ്പി ഉണ്ടല്ലോ മറ്റത്ത്, അതിനകത്തെല്ലാം നമ്മൾ തൂക്കിയിട്ടു. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലും കുറേ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ താഴെയുള്ള ചെടികളും ഇതേപോലെ ഒരു ദിവസം എടുത്തിട്ട് ചെയ്യണം. ഇത് വിചാരിച്ച മാതിരി പെട്ടെന്ന് തീരുന്ന പണിയൊന്നുമല്ല കേട്ടോ. ആരെങ്കിലും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനില്ലെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നത്. എന്തായാലും വെള്ള പോട്ടിനകത്തൊക്കെ ആക്കിയപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഒരു ചട്ടി ഒരേ കളർ ചട്ടിയാണോ നല്ലത്, അതോ പല കളർ ചട്ടിയാണോ? എനിക്ക് തോന്നുന്നത് ഒരേ കളർ ചട്ടിയാണെന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചെടികൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ കളിച്ച കാര്യമൊന്നുമല്ല കേട്ടോ. ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ അച്ചായനും കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്നൊക്കെ ആയത്. അപ്പം എല്ലാം നമ്മൾ ഒരുക്കി ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാം വെള്ളപ്പോട്ടായപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഇനി കുറച്ച് സ്ഥലം കൂടെ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ഇനി വെള്ളപ്പോട്ടിനകത്ത് തന്നെ അത് ആക്കണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ ഹാങ്ങിങ് പോട്ടിൻ്റെ ചെടി നടിയിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതേപോലെ കുറച്ച് സമയം ചിലവഴിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കതൊരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാവും അല്ലേ. അപ്പം ഫ്ലവറുള്ള ചെടികളാണെന്നുണ്ടെങ്കിലും അല്ലാത്ത ഇലച്ചെടികളാണെന്നുണ്ടെങ്കിലും ഒക്കെ നടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അല്ല ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.